അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം, ബാക്കി ഭാഗം നമ്മൾ പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സ്വഹാബാക്കളോട്, സ്വഹാബിമാരേ, നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവണോ? നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ തൊഴിലില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ വാഹനത്തില്, നിങ്ങളുടെ മക്കളിൽ ബറക്കത്തുണ്ടാവണോ? അള്ളാഹുവിന്റെ ഐശ്വര്യമുണ്ടാവണോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമൃദ്ധി ഉണ്ടാവണോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തി ഉണ്ടാവണോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അത് പള്ളിയിൽ ഉസ്താദിന് കൊടുക്കുന്നതാവട്ടെ, ഓത്തുകുട്ടികളുണ്ടല്ലോ മദ്രസയിൽ പഠിക്കുന്ന പിള്ളേർക്ക്, കുട്ടികൾക്ക്, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കലാവട്ടെ, ഭക്ഷണം കൊടുക്കുക, ഇത്വാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ വളരെ എഫക്റ്റുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വരുന്ന കുടുംബാദികൾ ആർക്ക്, ഇനി എൻ്റെ ഉമ്മമാരുണ്ടല്ലോ അല്ലേ, ഉമ്മമാരാണ് നമ്മുടെ വീട്ടിലെ എല്ലാ വിധത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഭർത്താക്കന്മാരെ സഹായിക്കാനുണ്ടാവും. ആ ഉമ്മമാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്താ? അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. എങ്ങനെ? അവർ, ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, അവർക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു നീയത്ത് വേണം, അവിടെയാണ് കാര്യം. നല്ലൊരു നീയത്ത് വേണം. ഞാനിത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ്. ഒരു പെണ്ണ് അരി കഴുകുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്ങാനും പറഞ്ഞാൽ ആ ചോറ് ആരൊക്കെ ഭക്ഷിക്കുന്നോ, ചിലപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കി പൂച്ചക്കോ കാക്കക്കോ ഒക്കെ കൊടുത്തേക്കാം. ആ ഭക്ഷണം ആരൊക്കെ കഴിക്കുന്നോ അവർ കഴിച്ച് അവരുടെ വയറ് നിറയുന്നതിൻ്റെ ആ ഒരു വലിയ പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ വരുമെന്നാണ്. ഖബറിൽ ഇങ്ങനെ ഓരോ ഉമ്മയെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരുപാട് പ്രതിഫലങ്ങൾ ഇങ്ങനെ വരും, അറിയാത്ത ഒരുപാട് പ്രതിഫലങ്ങൾ. ചോദിക്കും, അല്ലാഹുവേ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്ത് അല്ലാഹ് പറയും, നീ നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ, അതിൻ്റെ പ്രതിഫലമാണ് എന്ന് ഖബറിൽ നമ്മൾ കാണും. അള്ളാഹു ആ ഗണത്തിൽ നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബറക്കത്തുണ്ടാവാനുള്ള കാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുന്ദരമായ ഒരു ചരിത്രമുണ്ട്. എന്തെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ് റബ്ബേ. എന്തെന്നറിയുമോ? ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാ, നിന്റെ പരിശുദ്ധമാകുന്ന കഅബയുണ്ടല്ലോ, ആ കഅബ ഞാൻ അതാ സുന്ദരമായി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ അല്ലാ? എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ഇബ്രാഹിം നബിയേ, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അല്ലാഹു തആലയാകുന്ന ഞാൻ സ്വീകരിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി താങ്കൾ ചെയ്യേണ്ടതുണ്ട് ഇബ്രാഹിം നബിയേ. എന്തെന്നറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളുടെ വീട്ടിലേക്ക് ഒരു അന്യമതക്കാരനായ ഒരു മനുഷ്യൻ കടന്നു വന്നല്ലോ. അന്യമതക്കാരനായ ഒരു മനുഷ്യൻ താങ്കളുടെ അടുക്കലേക്ക്, താങ്കളുടെ വീട്ടിലേക്ക് കടന്നു വന്നല്ലോ. എന്നിട്ട് ആ മനുഷ്യൻ താങ്കളോട് ചോദിച്ചിരുന്നു, ഇബ്രാഹിം നബിയേ, ഓ ഇബ്രാഹിം നബിയേ, ഒരു നേരത്തെ ഭക്ഷണം, ഒരു
ഒരു തുള്ളി ഭക്ഷണം എനിക്ക് നൽകുമോ, ഒരു തുള്ളി വെള്ളം എനിക്ക് നൽകുമോ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട മനുഷ്യൻ താങ്കളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, ഓ ഇബ്രാഹിം നബിയേ, താങ്കൾ ആ മനുഷ്യനെ ആട്ടിയോടിച്ചില്ലേ? നീ മുസ്ലിം അല്ലല്ലോ, നീ മുസ്ലിം അല്ലല്ലോ, അമുസ്ലിമായതുകൊണ്ട് നിനക്ക് ഞാൻ ഭക്ഷണം നൽകില്ല, വെള്ളം നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് മാട്ടിയോടിച്ചില്ലേ ഇബ്രാഹിം നബിയേ? അതുകൊണ്ട് ആ കാര്യം ചെയ്യാത്തത് കൊണ്ട് താങ്കൾ ചെയ്തിരിക്കുന്ന ബാക്കി ഇബാദത്തുകളെല്ലാം ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്, ഞാൻ സ്വീകരിച്ചിട്ടില്ല. ആ സമയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, റബ്ബേ, എന്റെ കയ്യിൽ കൊടുക്കാൻ ആ സമയത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ ആ വന്ന മനുഷ്യൻ മുസ്ലിം അല്ലായിരുന്നു അല്ലാ, ഒരു അമുസ്ലിമായ മനുഷ്യനായിരുന്നു അല്ലാ, ഒരു കാഫിറായ മനുഷ്യനായിരുന്നു അല്ലാ. അതുകൊണ്ടാണ് ആ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുക്കാതിരുന്നതെന്ന് അള്ളാഹുവിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സമയത്ത് അള്ളാഹു പറയുകയാണ്, ഇബ്രാഹിം നബിയേ, 40 വർഷമായിട്ട് ആ മനുഷ്യൻ എന്നോട് ശിർക്ക് വെക്കുകയാണ്, എന്നെ അല്ലാതെയാണ്, മറ്റുള്ള ആളുകളെയാണ്, മറ്റുള്ള വസ്തുക്കളെയാണ്, തീയിനെയാണ്, കല്ലിനെയാണ്, മരങ്ങളെയാണ് ആ മനുഷ്യൻ ആരാധിക്കുന്നത്. ഇന്ന് വരെ അവൻ അല്ലാ എന്ന് വാക്കുകൊണ്ട് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല. 40 വർഷമായിട്ട് ഞാൻ ആ മനുഷ്യന് മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നെ അവൻ ധിക്കരിക്കുന്നത് കൊണ്ട് ഒരു സമയത്ത് പോലും ഞാൻ അവനിക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാ സമയത്തും അവനിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം താങ്കളുടെ അടുക്കൽ നിന്നും അവനിക്ക് കിട്ടാൻ വേണ്ടിയാണ് അവനെ ഞാൻ താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത്. ഓ ഇബ്രാഹിം നബിയേ, 40 വർഷമായി തുടർച്ചയായി ഞാൻ ആ കാഫിറായ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം താങ്കൾക്ക് കൊടുക്കുന്നതിന് കൊണ്ട് എന്താണ് പ്രശ്നമുള്ളതെന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടുകയാ, അതാ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരുപാട് ഭിക്ഷക്കാരായ ആളുകൾ അവിടെ നിരന്നിരിപ്പുണ്ട്. ഓരോരുത്തരുടെയും അടുക്കൽ ചെന്ന് പരിശോധിച്ചതിന് ശേഷം അവസാനം ആ വീട്ടിൽ വന്ന കാഫിറായ മനുഷ്യനെ, സത്യനിഷേധിയായ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അയാളെ കെട്ടിപ്പുണരുകയാണ്, അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ മനുഷ്യൻ പറയുകയാണ്, ഇബ്രാഹിം നബിയേ, താങ്കളുടെ രക്ഷിതാവാകുന്ന പടച്ചവനുണ്ടല്ലോ, എനിക്കൊരുപാട് ഭക്ഷണം നൽകുകയാണ്. താങ്കളുടെ രക്ഷിതാവാണല്ലോ അല്ലാഹു തആല, ആ അല്ലാഹു എനിക്ക് എന്നും ഭക്ഷണം നൽകുന്നുണ്ട്. ആ അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ദിവസം കടന്നു വന്നത്. എന്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് കടന്നു വന്നത്. അള്ളാഹുവിന്റെ കരുണ താങ്കളുടെ ശരീരത്തിൽ, താങ്കളുടെ മനസ്സിൽ ഇല്ല എന്ന് കണ്ടപ്പോ അള്ളാഹുവേ, എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇപ്പോൾ ആ സങ്കടവും വിഷവുമെല്ലാം മാറി ഇബ്രാഹിം നബിയേ, ഞാനിതാ മുസ്ലിമാവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനതാ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഈ ചരിത്രത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ, എന്താണ് സന്ദേശം എന്തെന്നറിയോ? നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട് ഈ ചരിത്രത്തില്. ആ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അത് മുസ്ലിമാവട്ടെ, അത് ആണാവട്ടെ, അത് പെണ്ണാവട്ടെ, അത് അമുസ്ലിമായ സഹോദരന്മാരാവട്ടെ, ഇനി മനുഷ്യരല്ല, അത് മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, ഏത് ജീവനുള്ള വസ്തുവിനും ഭക്ഷണം കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്താണ് നൽകുക. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പൂച്ചയുണ്ടല്ലോ, അല്ലെ, പൂച്ചയുണ്ടാകും, കാക്കയുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറയുകയാണ്, വളരെയധികം പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് പൂച്ചയും കാക്കയൊക്കെ വരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും എന്ന പ്രതീക്ഷയിൽ ആ പൂച്ചയൊക്കെ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ആട്ടി ഓടിച്ചാൽ, ആ വന്ന പ്രതീക്ഷയോടുകൂടി വന്ന പൂച്ചയെ ആട്ടി ഓടിച്ചാൽ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എവിടെ പോകുന്നത്? ആഖിറത്തിൽ പോകുന്നത്.
അള്ളാഹ് എനിക്ക് കരുണ ചെയ്യും, അള്ളാഹ് എനിക്ക് സ്വർഗം നൽകുമെന്നൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എവിടെ ചെല്ലുന്നത്, ആഖിറത്തിൽ ചെല്ലുന്നത്. ആ സമയത്ത് അള്ളാഹു തആല ആട്ടി ഓടിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കഴിച്ചതിൻ്റെ ബാക്കി എച്ചിൽ കൊടുക്കാനല്ല, പൂച്ചയെ അള്ളാഹു സൃഷ്ടിച്ചത് എച്ചിൽ തിന്നാൻ വേണ്ടിയൊന്നുമല്ല, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ചിക്കൻ പീസോ അല്ലെങ്കിൽ ഒരു മീൻ്റെ പീസോ അങ്ങോട്ട് കൊടുത്തേക്കുക. അതിന് പ്രതിഫലമാണ്. ചില പൂച്ചകളുണ്ട് എടങ്ങേറാക്കും, അതിനെ കൈകാര്യം തന്നെ ചെയ്യുക. പക്ഷേ എല്ലാ പൂച്ചകളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. കാരണം അള്ളാൻ്റെ റസൂല പറഞ്ഞത് എല്ലാ ജീവികളും തസ്ബീഹ് ചൊല്ലുകയാണ്. അതുകൊണ്ട് ആ തസ്ബീഹ് ചൊല്ലുന്ന നാവുമായി വരുന്ന ആ ജീവികളെ നിങ്ങൾ ആട്ടിയോടിക്കരുതേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭക്ഷണം കൊടുക്കൽ എന്തുണ്ടാക്കും? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കും. പ്രത്യേകിച്ച് നോമ്പ് തുറ, വീട്ടിലേക്ക് ഉസ്താദുമാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാകും. ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു നിയ്യത്ത് വെക്കുക. അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം, ഇതുപോലെ നല്ല സുഭിക്ഷമായ ഭക്ഷണം എനിക്ക് സ്വർഗത്തിലും കിട്ടണം എന്ന നല്ല നിയ്യത്തിൽ നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു കാര്യം കൂടി പറയാം, എന്തെന്നറിയോ? അപ്പോൾ കോഴിക്കോട് ഫറോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയ സമയത്ത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, ഒരു കുട്ടി ഇങ്ങനെ ഭയങ്കരമായ കരച്ചിൽ. അത് സാധാരണ ചെറിയ കുട്ടി ഇപ്പോൾ മിക്കപ്പോഴും കരയാറുണ്ടല്ലോ, പല വീടുകളിൽ നിന്നും ഇങ്ങനെ കരച്ചിൽ കേൾക്കാം. പക്ഷെ ആ കരച്ചിൽ ഇങ്ങനെ നിർത്താതെ കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ ഉസ്താദിന് ചോദിച്ചു, എന്താ ഉസ്താദ് ഒരു കരച്ചിൽ കേൾക്കുന്നല്ലോ? അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 2.5 വയസ്സുള്ള പെൺകുട്ടിയാണ്. വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഇടിച്ചു. ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. കൊച്ചുമക്കളല്ലേ, അവരങ്ങോട്ടിങ്ങോട്ടും നോക്കില്ലല്ലോ. ഓടി വന്നപ്പോൾ ഒരു കാറ് വന്ന് തട്ടി, ചെറുതായി ഒന്ന് തട്ടിയുള്ളൂ. തട്ടിയെന്ന് പറഞ്ഞാൽ കയ്യിലൂടെ, 2 കൈയിലൂടെയും അതിൻ്റെ കാറിൻ്റെ വീല് കയറി ഇറങ്ങി. ഒരു കൈയിൻ്റെ വിരലുകൾ ഒടിഞ്ഞു, മറ്റേ കൈയിൻ്റെ തോലും മജ്ജയും എല്ലൊക്കെ നുറുങ്ങിപ്പോയി. ഉടൻ തന്നെ കോഴിക്കോടുള്ള ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി. ആരും എടുക്കുന്നില്ല, കാരണം കൊച്ചുകുട്ടിയാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഹോസ്പിറ്റലിനാവും കേസ്. അതുകൊണ്ട് ആരും എടുക്കുന്നില്ല. കുട്ടിയാണെങ്കിൽ ഭയങ്കര നിലവിളിയാണ്. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 2 വയസ്സുള്ള കുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ട്. എന്നിട്ട് കോഴിക്കോട് മിംസ് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഏതൊരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. ആ ഹോസ്പിറ്റലുകാരെ ഏറ്റെടുത്തു. എന്താ ചികിത്സ എന്താണെന്നറിയോ? ആ തൊലിയില്ലാത്ത, ആ ഇറച്ചിയില്ലാത്ത കൈ, വയറ് ഈ ഭാഗത്ത് തുളച്ചിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് കൈ പ്രവേശിപ്പിച്ച് 28 ദിവസം അനക്കാതെ വെക്കണം. എന്തിനാ? വയറിൻ്റെ ഉള്ളിൽ കിടന്ന് തോലും അതുപോലെ ഇറച്ചിയൊക്കെ വരാൻ വേണ്ടി. എന്നിട്ട് അത് ഇങ്ങനെ വിട്ടിട്ട് വലിയൊരു മിഷ്യൻ പോലെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. 2.5 വയസ്സുള്ള പൊന്നുമോള് എന്ത് ചെയ്യും? കരയുകയല്ലാതെ, കരച്ചിലല്ലാതെ എന്താ പിന്നെ അവളെ കൊണ്ട് പറ്റുക? ആ കുട്ടി കരയുകയാണ്. അങ്ങനെ എത്രയോ. അതുപോലെ മുഹമ്മ അല്ലേ, തങ്ങളവർക്കറിയാം. മുഹമ്മയിൽ പോയപ്പോൾ ഒരു സഹോദരൻ ദ്വാവസീയത്ത് പറഞ്ഞതാ, ക്യാൻസറാണ്, കണ്ണിന് ക്യാൻസറാണ്. എന്താ കണ്ണിന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ? ഒരു കണ്ണിന് കുഴപ്പമില്ല, ഈ കണ്ണിന്, വലത്തെ കണ്ണിന് ക്യാൻസറാണ്. ക്യാൻസർ വന്നിട്ട് ആ പോളയിൽ ക്യാൻസർ വന്ന് കണ്ണെപ്പോഴും തുറന്നിരിക്കും, കണ്ണിൽ പീളകൾ വന്ന് അടിഞ്ഞിരിക്കും. കണ്ണിങ്ങനെ തുറന്ന് കുറച്ച് സമയത്തേക്ക് നമ്മുടെ കണ്ണിങ്ങനെ തുറന്ന് തന്നെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? കണ്ണിങ്ങനെ അടക്കാതെ മാസങ്ങളായി കണ്ണടക്കാൻ പറ്റാതെ തുറന്നു തന്നെ ഇരിക്കുന്നു ഒരു കണ്ണിൽ ക്യാൻസറാണ്. അള്ളാഹുവേ, ഈ മാരകമായ അസുഖങ്ങളെ തൊട്ട്, ഈ മാരകമായ അവസ്ഥകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണേ എന്ന നീയത്തിൽ വേണം, നല്ലൊരു നീയത്തിൽ വേണം ഈ സ്വതക്ക്. ആ സ്വതക്ക് കൊണ്ട് നമ്മുടെ ആപത്ത് മുസീബത്ത് അള്ളാഹു തട്ടിക്കളയും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഈ ശബ്ദത്തിൽ അള്ളാഹു തആല നമുക്ക് കെലിമ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇനി 5ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ 1ാമത്തെ കാര്യം ഓർത്തിരുന്ന എന്ന് പറഞ്ഞാൽ 1ാമത്തെ കാര്യം എന്താ? ബറക്കത്തുണ്ടാവാൻ ദുആ ചെയ്യുക. 2 സലാം പറയുക. 3 കുടുംബ ബന്ധം, പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി. 17 വർഷമായിട്ട് പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠനും അനുജനും എനിക്കറിയാം. ഞാനിവിടെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഈ പിണക്കമൊക്കെ ഒന്ന് മാറ്റണ്ടേ. അപ്പോൾ പറയുന്നൊരു വാക്ക്, മൊയ്ലാരെ നിങ്ങളല്ല, ഇനി ഏത് മൊയ്ലാർ വന്നാലും ഈ പിണക്കം മാറ്റുന്ന ഇതുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട.
17 വർഷമായിട്ട് മിണ്ടാതിരിക്കുന്ന, 17 വർഷം പറഞ്ഞാൽ ചെറുപ്പക്കാരല്ല, 70, 60 വയസ്സുള്ള 2 ജ്യേഷ്ഠൻ അനുജന്മാരാണ്. ചെറുപ്പത്തിൽ വാപ്പ എന്തോ ഒരു സ്ഥലം വീതിച്ചു കൊടുത്തപ്പോൾ അനുജനോ ജ്യേഷ്ഠനോ എന്തോ കൂടിപ്പോയി. അതിൻ്റെ പേരിൽ അന്ന് തുടങ്ങിയ വഴക്ക് വയസ്സായി, താടിയൊക്കെ നരച്ച് ചുക്കിച്ചുളിഞ്ഞു, എല്ലുപോലെയായി. എന്നിട്ടും അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നിസ്കരിക്കാത്തവരല്ല, 2 പേരും ഇമാമിൻ്റെ വലതും ഇടതും ഉണ്ടാകും, നല്ല നിസ്കാരമൊക്കെ ഉള്ള ആളുകളാണ്, പക്ഷെ പിണക്കത്തിലാണ്. ആ നിസ്കാരമൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? എത്ര റമദാനുകൾ അവർ വന്നു, എത്ര ഉംറ ചെയ്തു, എത്ര ഹജ്ജ് ചെയ്തു, അതൊക്കെ അല്ലാഹ് സ്വീകരിക്കുമോ ഈ പിണക്കം കാരണം? ഒന്ന് ക്ഷമിച്ച് കളഞ്ഞാൽ, ആ ഈഗോ അങ്ങോട്ട് മാറ്റി, അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ഈഗോ അങ്ങോട്ട് മാറ്റിയാൽ ആഖിറം രക്ഷപ്പെടും. അതുകൊണ്ട് എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരുപ്പമാർ, നമ്മൾ ആരോടും പിണക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയവൻ സലാം പറഞ്ഞേക്കാം. അപ്പോൾ പറയും, ഉസ്താദെ ഞാൻ അങ്ങോട്ട് എത്രയോ പ്രാവശ്യം സലാം പറഞ്ഞു, അവൻ തിരിച്ച് മിണ്ടുന്നില്ല. അല്ലേ, അതൊരു ന്യായമാണ്. അവൻ തിരിച്ചിങ്ങോട്ട് മിണ്ടണ്ട. നമ്മൾ അങ്ങോട്ട് പോയി നമ്മുടെ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആക്കുക. അസ്സലാമു അലൈക്കും, എടാ സുഖമല്ലേ, ഒന്ന് പോടാവേ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പറഞ്ഞോട്ടെ, നമ്മുടെ ഭാഗം ക്ലിയർ ആയില്ലേ? നമുക്ക് അള്ളാഹു സ്വർഗം നൽകൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇനി അഞ്ചാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലം യർഹം സഗീറനാ വയഅരിഫു ഹഖ്ക കബീറനാ ഫലൈസ മിന്നാ ഫഇന്നൽ ബറകത ഫീ അകാബിരിനാ. അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സ്വഹാബാക്കളോട്, സ്വഹാബിമാരേ, നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവണോ? നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ തൊഴിലില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ വാഹനത്തില്, നിങ്ങളുടെ മക്കളിൽ ബറക്കത്തുണ്ടാവണോ? അല്ലാഹുവിന്റെ ഐശ്വര്യം ഉണ്ടാവണോ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമൃദ്ധി ഉണ്ടാവണോ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തി ഉണ്ടാവണോ? നിങ്ങൾ ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? മല്ലം യർഹം സഗീറനാ. നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാവും, ചെറിയ ആളുകളോട്, ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അനിയൻ മക്കളുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠത്തിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഉമ്മയുടെ സ്ഥാനത്താണ്, ജ്യേഷ്ഠനാകുന്നത് വാപ്പയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാരോടും അനുജന്മാരോടും അതുപോലെ നിങ്ങളുടെ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും നിങ്ങളുടെ വയസ്സിൽ താഴെ ആരെല്ലാം ഉണ്ടോ, ചെറിയവരായിട്ട് ആരെല്ലാം ഉണ്ടോ, അവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, അനുകമ്പ കാണിക്കണേ, വാത്സല്യം കാണിക്കണേ. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തുടർന്ന് പറയുന്നു, വയഅരിഫു ഹഖ്ക കബീറനാ. മുതിർന്ന ആളുകളെ നിങ്ങൾ ബഹുമാനിക്കണേ. നമ്മുടെ ജ്യേഷ്ഠനെ നമ്മൾ ബഹുമാനിക്കണേ. വാപ്പയില്ലാത്തപ്പോ നമ്മുടെ ജ്യേഷ്ഠനാണ് നമ്മുടെ വാപ്പയുടെ സ്ഥാനമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠത്തി ഉണ്ടാകും, നമ്മുടെ പെങ്ങളുണ്ടാകും, മൂത്ത പെങ്ങളുണ്ടാകും. ആ മൂത്ത പെങ്ങള് നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് അവരെയും നിങ്ങൾ ബഹുമാനിക്കണേ. സഹോദരന്മാര് പരസ്പരം ബഹുമാനിക്കണേ. വീട്ടിൽ നമ്മുടെ വയസ്സായ ഉമ്മയുണ്ടാകും, വാപ്പയുണ്ടാകും, അതുപോലെ അമ്മോശനുണ്ടാകും, അമ്മോശയുണ്ടാകും. അവരോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കണേ. അവരുടെ ഹക്കുകൾ നിങ്ങൾ വകവെച്ച് കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അങ്ങനെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുകയും വലിയ ആളുകളെ ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുകയുള്ളൂ. എന്നിട്ട് മുത്ത് റസൂൽ പറയുന്നു, ഫഇന്നൽ ബറകത ഫീ അകാബിരിനാ. മുതിർന്ന ആളുകളെ ബഹുമാനിക്കൽ കൊണ്ടാണ്, പാവപ്പെട്ടവരെ ബഹുമാനിക്കൽ കൊണ്ടാണ്, ചെറിയവരോട് കരുണ കാണിക്കൽ കൊണ്ടാണ്, അനാഥകളോടും അഗതികളോടും വിധവകളോടും കുട്ടികളോടും കരുണ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകൂ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ മകളുടെ കല്യാണം വന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അളിയന്മാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ എല്ലാവരെയും വിളിച്ചു. വീട്ടിൽ വിളിച്ചിട്ട്
ഒരു യോഗമല്ല, ഒരു മുഷാവറ. ഇന്ന സ്ഥലത്ത് നിൻ്റെ മോക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അപ്പോൾ പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരോടിങ്ങനെ അഭിപ്രായം ചോദിക്കുക. എല്ലാവരും പറയാം കുഴപ്പമില്ലെന്ന്. ആ വീട്ടിൽ ഒരു മുറിയിൽ വയസ്സായ ഉമ്മയുണ്ട്, വയസ്സായ വാപ്പയുണ്ട്. ഇവരോടൊരൊറ്റ വാക്ക് പോലും പറഞ്ഞില്ല എങ്കിൽ മനസ്സിരുത്തി ചിന്തിച്ചോ, നിൻ്റെ മകളുടെ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് തരൂല. ആ ഉമ്മയോടും വാപ്പയോടും ചോദിക്കാത്ത ഒരൊറ്റ കാരണം വേറെ ഒന്നുമല്ല. കാരണം മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, പ്രത്യേകിച്ച് വയസ്സായ ഉമ്മ വാപ്പ അവർ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, നമ്മുടെ മകളുടെ കല്യാണം അല്ലെങ്കിൽ അത് നിശ്ചയം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ ചിലപ്പോൾ ഉമ്മക്ക് ചെവി കേൾക്കാൻ പറ്റൂല, വാപ്പക്ക് കണ്ണ് കാണാൻ പറ്റൂല, അതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയണം. എന്ത്? നേരിട്ട് സംസാരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ സീരിയസ് ആയി പറയുമോ അതുപോലെ പറയണം. എന്ത് പറയണം? ഉമ്മ, ഫാത്തിമയുടെ കല്യാണമാണ്. ചിലപ്പോൾ ഉമ്മ ഓ എന്ന് കേൾപ്പിക്കും, ചെവി കേൾക്കാൻ പാടില്ലല്ലോ. പക്ഷെ എന്നാലും മനസ്സിരുത്തി അവിടെ ക്ഷമയോടെ പറയണം ഉമ്മാനോട്. എന്ത്? ഫാത്തിമയുടെ കല്യാണം വരാൻ പോയാണ് ചെറുക്കലിന്. ഉമ്മ പറയും അവിടെ ഒന്നും കെട്ടിക്കണ്ട എന്നൊന്നും പറയൂല. കാരണം വയസ്സായ ഉമ്മയാ, അവരൊന്നും അങ്ങനെ പറയൂല. അവർ ചിലപ്പോൾ ഒന്നും അത് കേട്ടിട്ടും മിണ്ടാതിരിക്കും. പക്ഷെ അവരുടെ മനസ്സിലുള്ളൊരു ദുആയുണ്ട്. അല്ലാ, എൻ്റെ കൊച്ചുമോളുടെ കല്യാണമാണ്, റബ്ബേ നീ ബറക്കത്താക്കണേ അല്ലാ, നീ ഖൈറിലാക്കണേ അല്ലാ എന്ന് ആ ഉമ്മയുടെയും വാപ്പയുടെയും ആ വയസ്സായ, ആ പ്രായമായ, ആ വൃദ്ധരായ, ആ കാർന്നോന്മാരായ ആ ഉമ്മയുടെയും വാപ്പയുടെയും ഒരു ദുആ മതി നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, നമ്മുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെടാൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഉമ്മയെയും വാപ്പയെയും തള്ളി പറഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്താലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. എത്രയോ ചെറുപ്പക്കാരാണ് ചെറുപ്രായത്തിൽ തന്നെ. ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം ജില്ല. ഞാനൊക്കെ പലപ്പോഴും എനിക്ക് ലുഹറിന് പള്ളിയിലെത്തണം. ചിലപ്പോൾ 11:30 ആയിരിക്കും, നല്ല ബ്ലോക്കായിരിക്കും. കുണ്ടന്നൂരും തേവര ഭാഗത്ത് നല്ല ബ്ലോക്കാണ്. ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. എത്രയോ ബൈക്കിലാണ് പോയി ഇടിക്കുന്നത്. പക്ഷേ അൽഹംദുലില്ലാ ഒന്നും പറ്റിയിട്ടില്ല. വേറെ ഒന്നുമില്ല, ആ ഉമ്മയുടെ വാപ്പയുടെ ഒരു ദുആ, ആ ഒരു ഊതലാണ്. അതുകൊണ്ട് വാപ്പാനെ ഉമ്മാനെ അത് പവർഫുള്ളാണ്, വളരെ പവർഫുള്ളാണ്. അള്ളാഹു തആല നമ്മുടെ വാപ്പ ഉമ്മ അവരെ സ്നേഹിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വാപ്പയോടും ഉമ്മയും ഫൈനൽ ബറക്കത മഅ അകാബിരിന എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരൊറ്റ ചരിത്രം കൂടി പറയാം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായമായ ആളുകളെ വളരെ ബഹുമാനിച്ചിരുന്നു, പ്രത്യേകിച്ച് ഉമ്മമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊടുത്ത മഹദിയാരാ? മുലപ്പാൽ കൊടുത്ത മഹദിയാരാ? റഹ്മത്തുൽ ആലമീനായി ദൂതർ സന്നം കൊടുത്തിടമുണ്ട് ദിനം തന്നിലും അയ്യൻ്റെ മാതാ പിയന്താതെ പോതിൽ അറിന്തതെ ചിത്തിര മുത്ത് മുഖത്ത് സുവൈദത്തുല്ല സലാമിയ ബിണ്ട് ഈശലൂമിയ പണ്ട് കൊടുത്ത മുലപ്പാല് കുടിത്ത് മതിവരെ ഹലീമാബിയൊഴികെ രണ്ടാ. അല്ലാഹുവിൻ്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ യുദ്ധത്തിന്റെ ചർച്ചകൾ ചെയ്യുകയായിരിക്കും മഹാന്മാരായ സ്വഹാബാക്കളോടൊപ്പം. വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ കടന്നു വരുന്നത് ആരെന്നറിയോ? മഹദിയായ വൃദ്ധയായ മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയാ. ഉമ്മയാണല്ലോ, പാല് കൊടുത്ത് വളർത്തിയ ഉമ്മയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വരുമ്പോ ഓടിച്ചെന്നുകൊണ്ട് ഒരു പെറ്റുമ്മാനെ എങ്ങനെയാണോ നോക്കുന്നത്, ഒരു പെറ്റുമ്മാനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ആ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് ആ ഉമ്മയതാ പതിയെ പള്ളിയിലേക്ക് കൊണ്ടുവന്നൊരു മൂലയിലിരുത്തും. എന്നിട്ട് ഉമ്മാക്ക് കുടിക്കാനുള്ളത് കൊടുക്കും. ഭക്ഷണം വല്ലതും വേണോ ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തായ റസൂൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് സ്വഹാബാക്കളിൽ പല ആളുകളും പറയും, അല്ലാഹുവേ ഇത് മുത്തായ റസൂലിന്റെ ഒറിജിനൽ, മുത്തായ റസൂലിന്റെ പോറ്റുമ്മയാണല്ലോ, പെറ്റുമ്മയല്ല പോറ്റുമ്മയാണ്.
പെറ്റുമ്മയല്ല പോറ്റുമ്മയാണല്ലോ. ആ പെറ്റുമ്മയെങ്ങാനും ഈ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 24 മണിക്കൂർ ഉമ്മയെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അത്രമാത്രം സ്നേഹമായിരുന്നു ഉമ്മമാർക്ക് മുത്തുനബിക്കുമുള്ളോടുള്ളത്, മുത്തുനബിക്ക് ഉമ്മമാരോടുള്ളത്. ഒരു ദിവസം സഹാബാക്കളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോകുന്ന സമയത്ത് അതാ അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ കുറച്ച് മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബ് ചെന്നിട്ട് അവിടെ ഇരിക്കുകയാ. അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മുത്തായ റസൂലിന്റെ കരച്ചിൽ കണ്ടപ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബാക്കളും കരഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സ്വഹാബത്തെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് അവർ പറഞ്ഞു, നബിയേ, താങ്കളുടെ കരച്ചിൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങളും കരയുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, സ്വഹാബാ, ഞാൻ കരയാൻ കാരണം എന്തെന്നറിയോ? എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയുണ്ടല്ലോ, എനിക്ക് ആദ്യമായി പാല് നൽകിയ എൻ്റെ ഉമ്മയുണ്ടല്ലോ, എന്നെ 9 മാസം വയറ്റിൽ ചുമന്ന എൻ്റെ ഉമ്മയുണ്ടല്ലോ, എൻ്റെ ഉമ്മ ആമിന ബീവിയുടെ ഖബറാണ് സ്വഹാബാ. ആ ഉമ്മാനെ ഓർത്തുകൊണ്ട് ആ ഉമ്മയുടെ സ്നേഹം എനിക്ക് കൂടുതൽ കിട്ടിയിട്ടില്ലല്ലോ സ്വഹാബാ. ആ ഉമ്മയെ കണ്ടെനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലോ സ്വഹാബാ. അതുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട്, ചെറുപ്പക്കാരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നാം ബറക്കത്ത് വേണോ? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണോ? നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? നമ്മുടെ മക്കളിൽ ബറക്കത്ത് വേണോ? നമ്മുടെ വാഹനങ്ങളിൽ ബറക്കത്ത് വേണോ? നമ്മൾ ചെയ്യുന്ന ഇടപാടുകളിൽ, ഇടപെടലുകളിൽ ബറക്കത്ത് വേണോ? നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം വേണേ. അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയരുതേ. വാപ്പാനെ തന്തയെന്ന് വിളിക്കല്ലേ, ഉമ്മാനെ തള്ളയെന്ന് വിളിക്കല്ലേ. അതൊക്കെ ഒരു പക്ഷേ നാട്ടു നടപ്പാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാ. പൊന്നുമോനെ, തള്ള എന്ന് അല്ലെങ്കിൽ തന്ത എന്ന് വാപ്പയെയും ഉമ്മയെയും വിളിക്കുമ്പോ അത് കേട്ടുകൊണ്ടാ വാപ്പയും ഉമ്മയും പടച്ചവനെ എൻ്റെ മകൻ എങ്ങനെ വിളിച്ചല്ലോ എന്നെങ്ങാനും ചിന്തിച്ചു കഴിഞ്ഞാ നീ എത്ര വലിയ കഅബയുടെ മുകളിൽ കയറിയിട്ട് സുജൂദ് ചെയ്താലും, നീ എത്ര കണ്ട് നമസ്കരിച്ചാലും, നീ എത്ര തന്നെ നോമ്പ് പിടിച്ചാലും നിന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി خير النبي الصلاة على النبي والسلام على الرسول أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع
يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي. എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, ആരും മടിയിൽ ഇങ്ങനെ വെക്കണ്ട, വയറിലും വെക്കണ്ട. വയറ് കൈ വെക്കാനുള്ളതല്ല, ഭക്ഷണം കഴിക്കാനുള്ളതാണ്. കൈ ഇങ്ങനെ ഉയർത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുള്ളവർ, ഒരുപാട് സങ്കടങ്ങളുള്ളവർ, ഒരുപാട് ദുഃഖങ്ങളുള്ളവർ, എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മോശമായ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 17-18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല. ഉസ്താദേ ദുആ ചെയ്യാൻ ഒരുപാട് പേര് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. മക്കളെ എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതുകയാണ്. കുറെ ആളുകൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. റഹ്മാനെ, ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാഹ്. ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഖിദ്മത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സദസ്സിലുള്ള സയ്യിദന്മാരെ നീ കബൂലാക്കണേ അല്ലാഹ്. ഉസ്താദുമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെയുള്ള വയസ്സായ ആളുകൾ, കൊച്ചുമക്കള്, യുവാക്കള്, ഉമ്മമാര്, സഹോദരിമാര്, റബ്ബേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോലിയില്ലാത്തവർ, സ്വന്തമായ ഒരു വീടില്ലാത്തവർ, വാഹനമില്ലാത്തവർ, അല്ലാഹുവേ എല്ലാവർക്കും ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ കഅബ കാണാൻ, മദീന മുനവ്വറ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ
ഏറ്റെടുത്തണേ അല്ലാ. ഇവിടുത്തെ ഉസ്താദുമാരെ, ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരെ, അല്ലാഹുവേ ഈ പള്ളി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ഈ മദ്രസ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, അവരെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. റഹ്മാനെ റഹ്മാനെ ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നീ ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പോൾ നമ്മൾ 3 ഭാഗങ്ങളിലായി കേട്ട ഈ കാര്യങ്ങൾ അത് ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല ഇതുവരെ നമ്മൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കും അല്ലാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.